എവിടെയൊക്കെ കോൺഗ്രസ്സിന് അല്പമെങ്കിലും വേരുണ്ടെന്ന് നമ്മൾ കരുതിയോ അവിടെയെല്ലാം ആ വേരില്ലാതാക്കുന്ന വിധത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം. UDF-നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേസ് എന്ന് പറയുന്നത് വളരെ പരിമിതമായ ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റയ്ക്ക് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് കർണാടക, മറ്റൊന്ന് ആന്ധ്ര, മറ്റൊന്ന് ഹിമാചൽ പ്രദേശ്. ഇപ്പോൾ അതും പിന്നെ രണ്ടാമത് അവരുടെ പിന്തുണയിൽ നിൽക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ജാർഖണ്ഡിന് വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. ജാർഖണ്ഡിൽ അവർക്ക് കുറച്ച് ശക്തി ഉള്ളതാണ്. അവിടെ 16 MLA-മാർ 81-ൽ 16, ഏതാണ്ട് 4-1 അടുപ്പിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രത്തോളം അവർക്ക് ആൾബലമുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് അവർക്ക് ഇപ്പോൾ പരാജയം നേരിടുകയാണ്. അവർക്ക് നേരത്തെ ഈ JMM-ൻ്റെ ഇന്ത്യ മുന്നണി വിട്ടുള്ള പോക്ക് തന്നെ ഒഴിവാക്കാമായിരുന്നു. ബീഹാറിൽ അവർക്ക് 12 സീറ്റ് വേണം ഇലക്ഷന് എന്ന് JMM ആവശ്യപ്പെട്ടപ്പോൾ, ഹേമന്ത് സോറൻ ആവശ്യപ്പെട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ RJD അതിനെ നിഷേധിക്കുകയാണ്, തേജസ്വി അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അതിന് പകരം കോൺഗ്രസ് ഇടപെട്ട് അവരെയും കൂടെ നിർത്തി ഞങ്ങൾക്ക് 60 സീറ്റും വേണം, അവർക്ക് 12-ൽ കൊടുത്തില്ലെങ്കിലും ഒരു 8 സീറ്റെങ്കിലും കൊടുത്ത് അവരെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ജാർഖണ്ഡ് ബീഹാർ ബോർഡറിലെ കുറേ സീറ്റുകളെങ്കിലും അവർക്ക് കിട്ടിയേനെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.